ഉൾച്ചേർക്കൽ എന്നുള്ള ഒരാശയം ഒരു വ്യക്തിയോ ഒരു സിസ്റ്റമോ ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയോ വിചാരിച്ചാൽ മാത്രം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെ കൂടി വ്യക്തമാക്കുന്ന ഒരു ഒരു ആക്ടിവിറ്റി, ഒരു ഒരു ദിവസമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ന്യൂറോ ഡൈവേർജൻറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് കുട്ടികളെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു പ്രത്യേക പ്രക്രിയ, ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നു. അത് നടക്കുന്ന സ്ഥലത്തല്ല, അതിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരം താണ്ടി ഒരു സ്കൂൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചെടുക്കുന്നു. അതേ റിസോഴ്സ് തന്നെ, അവർ കണ്ട് പരിചയിച്ച അതേ മെറ്റീരിയൽ തന്നെ മറ്റൊരിടത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു സഭാകമ്പവും കൂടാതെ അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവരുപയോഗിക്കുന്ന ഭാഷ തിരിച്ചറിയാനും, ഒരു ഷെഫ് ആയിക്കോട്ടെ, മറ്റൊരു സംവിധാനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിക്കോട്ടെ, അവർ പറയുന്ന ഭാഷയും ഈ ഭാഷാപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് വരെ പരിചയിച്ചിട്ടുള്ള കൺവെൻഷണൽ രീതികളിൽ കുട്ടികളെ സമൂഹത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്, കാലങ്ങളോളം ട്രെയിനിങ് കൊടുക്കുന്നത്, അത് ഫലപ്രാപ്തി വരുത്താൻ വേണ്ടി ടെക്നോളജി എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ മാർജിനലൈസ്ഡ് ആയി കിടക്കുന്ന ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ മുഖ്യധാരയിൽ പലപ്പോഴും നമ്മളെ കൺമുന്നിൽ കാണാത്ത ഒരു കൂട്ടം മനുഷ്യരെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനും, നമ്മളെപ്പോൾ തന്നെ എല്ലാ അവകാശങ്ങളോടുകൂടിയും ജീവിക്കാനും, സ്വന്തം കാര്യങ്ങൾ നിലനിർത്താനും, സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുമുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിലാണ് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസും മറ്റ് അനുബന്ധ പ്രവർത്തകരും നിലനിൽക്കുന്നത്. എന്നാൽ ഇതിനോട് കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളുടെ സംവിധാനങ്ങളും ഇതിനോട് അഡാപ്റ്റബിൾ ആയിരിക്കുക എന്നുള്ളത്. ഗോകുലം പാർക്ക് പോലുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സിസ്റ്റം ഇതിന് വേണ്ടിയിട്ടുള്ള കൈ തുറക്കുക, കയറി വരൂ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവസരങ്ങളുടെ ഒരു തുറവി കൂടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോകെ ഇതൊരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും 2025 ക്രിസ്മസിന് ഉൾച്ചേർക്കലിൻ്റെയും ഒരുപാട് കാര്യങ്ങൾക്ക് തുറന്ന മനസ്സോടുകൂടി മനുഷ്യർ ഒന്നിച്ച് പ്രയത്നിക്കണതിൻ്റെയും ഒരു ആശയം ഇന്നത്തെ ഒരു ദിവസവും ഒരു അനുഭവവും എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ചേർന്നവർക്കും അതിൽ നിന്ന് ഉള്ളൊരു ഗുണം ഇന്ന് പങ്കെടുത്ത കുട്ടികൾക്കും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.